നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കാറിടിപ്പിച്ച് CISF ജീവനക്കാർ കൊലപ്പെടുത്തിയ സംഭവം ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു. വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഐവിൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത്. അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നെടുമ്പാശ്ശേരിയിലെ ഐവിൻ്റെ ക്രൂരമായ കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് കുടുംബവും വീടും. അപ്പോൾ ഐവിൻ്റെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന ആവശ്യവുമായി കുടുംബം ഇപ്പോഴും അധികാരികളെ കാണുന്നുണ്ട്. ഈ ഐവിൻ്റെ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയുമായിട്ടൊക്കെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത്? ഒരമ്മയ്ക്കും ഈ ഗതി വരരുതെന്ന് തന്നെ പറയുള്ളൂ. ഇനിയുള്ള യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് ആരെയും കൊല്ലാനായിട്ട് ആർക്കും അധികാരമില്ല. എൻ്റെ കൊച്ചിനെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞു വരണത്. ഇപ്പോൾ ഓരോരുത്തർ പറയുമ്പോഴാണ്. കാരണം ഇത്രയും ദിവസം എനിക്ക് എൻ്റെ കൊച്ചിനെ കൊന്നു എന്നുള്ളതല്ലാതെ ഇത്രയും ക്രൂരമായിട്ടാണ് കൊന്നേന്നുള്ളത് ഇപ്പോഴും. കാരണം എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കേട്ടു പോകുക. പക്ഷെ ഇത്രയും ക്രൂരമായിട്ടാണ് എൻ്റെ കൊച്ചുവിനെ കൊന്നതെന്നുള്ളത് എനിക്ക് ഇപ്പം ഞാൻ ഇത് ചെയ്യുമോ? കാരണം എനിക്ക് ഒരു പത്രവും വായിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം ന്യൂസും കാരണം എനിക്ക് വായിച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എൻ്റെ കൊച്ചിനെ അത്രയും ക്രൂരമായിട്ട് അവർ കൊന്നൂല്ലോ എന്നുള്ളത്. പക്ഷെ എൻ്റെ കൊച്ച് ഒത്തിരി പാവം, ഒരു പേടി തൊണ്ടനാണ് എൻ്റെ കൊച്ച്. ആരെങ്കിലും ഒന്ന് ഒച്ചയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവം മാറി നിൽക്കണ കൊച്ച. ആ കൊച്ചിനെയാണ് ഇതുകൊണ്ട് ഒരു ദുസ്വഭാവം എൻ്റെ കൊച്ചിൻ്റെ ഭാഗത്തു നിന്നില്ല. അതും എനിക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അത്രയും നല്ലൊരു കൊച്ചിനെയാണ് ഇങ്ങനെ ഇവർ വകവരുത്തിയത്. കാരണം അവർക്ക് എന്തും ചെയ്യാമായിരുന്നു. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അവർക്ക് എന്തും ചെയ്യാമെന്ന് ഉള്ള അധികാരം അവകാശമല്ല. കാരണം ആരെയും കൊല്ലാൻ പാടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചി ഈ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പേടിയാണ്. ഇനി എൻ്റെ ഒരു മോളും കൂടെ ഉണ്ട്. കാരണം എൻ്റെ പേരൻസ് ഉണ്ട്, പ്രായമായവരാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പേരൻസിൻ്റെ കൂടെ മക്കൾ നിൽക്കണം എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തു പോകാവുന്നതാണ്. നാടിനോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന നാട്ടിൽ ഇനിയും എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ്. എനിക്ക് എൻ്റെ മകളെ നിർത്താൻ വേണ്ടിയിട്ടും പേടിയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും. കാരണം തെറ്റ് ചെയ്യാത്ത എൻ്റെ കൊച്ചിനെ ഇത്രയും അവർ ശിക്ഷിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൂരം തന്നെ. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും അതിന് മേലധികാരികൾ അതിനായിട്ട് പരിശ്രമിക്കണമെന്ന അഭ്യർത്ഥന മാത്രം ഒരു അമ്മയുടെ അഭ്യർത്ഥനയാണ്, ഒരു യാചനയാണ്. എല്ലാ ജനപ്രതിനിധികളും നാട്ടിലൊന്നാകെയുള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ വീട്ടിലേക്കും ഒക്കെ എത്തിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം നമുക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ ഫയൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്? അല്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ സെൻട്രൽ ഇതിന്റെ നമ്മുടെ മന്ത്രിമാരും അതിനകത്ത് ഇടപെട്ടേ പറ്റുള്ളൂ. ഒരാളുടെയും പേരെടുത്ത് ഞാൻ പറയണില്ല. പക്ഷെ എല്ലാ മന്ത്രിമാരും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചേ പറ്റുള്ളൂ. അതും എൻ്റെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു യാചനയായിട്ടാണ്. ഒരു പാർട്ടിയും ഞാൻ പറയണില്ല. എല്ലാവരും എനിക്ക് സെയിമാണ്. എല്ലാവരും ഇതിന് ഒറ്റക്കെട്ടായി നമ്മുടെ ആവശ്യം അത് അല്ലാതെ എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിന്നേ പറ്റുള്ളൂ. ഈ രാജ്യത്തിന്റെ അതിർത്തി കാത്തൊരു പട്ടാളക്കാരന്റെ കൊച്ചുമോനൊക്കെയാണ് മരിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു മരണം യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന വൈകാരികമായ ആഘാതം വളരെ വലുതാണ്. അപ്പോൾ താങ്കൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിലാണ് മകനെ കൊണ്ടുവന്ന് വല്ലാത്തൊരു നടുക്കമായിരുന്നു അല്ലേ? ഞാനാണ് ആദ്യം പോയി കണ്ടത്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവർക്ക് എൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവർക്കും അറിയില്ലായിരുന്നു, ഐഡന്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് പലതും കണ്ടേക്കണമുണ്ട്. എനിക്കത് അവരുടെ സിറ്റുവേഷൻ കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി അവന് ജീവനില്ല എന്നുള്ളത്. അവരെന്നെ കാണിച്ചില്ല, എനിക്ക് അന്നേരം കാണണ്ടെന്നും പറഞ്ഞു. അതിനുശേഷം പിന്നെ ആണ് ഇവർ ഇത് പറഞ്ഞ് എല്ലാം ശരിയാക്കിയത്. അതെന്ത് വേട്ടെ, എൻ്റെ മോൻ്റെ കാര്യം കഴിഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു. പക്ഷേ ഇതുപോലെ ഇത്രയും ക്രൂരമായ ഇങ്ങനെയുള്ള നടപടികൾ ചെയ്തവർക്കെതിരെ കൃത്യമായും അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. എന്നാലേ ഇനി വരുന്ന അല്ലെങ്കിൽ അവരെ പോലെ ഇനിയും ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു താക്കീതാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ പറയണില്ല. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടിക്കാരും ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നവരാണ്. ജനത്തിന് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അവരുടെ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട. ഇത്രയും ഈ മീഡിയയിൽ കൂടി നിങ്ങളെല്ലാവരും വഴിയായിട്ട് ഞങ്ങൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് അവർ തന്നെ മുന്നോട്ടിറങ്ങി ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്. അതാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്.
ഇവർക്ക് നേരിട്ട അനീതി ഇനി മറ്റാർക്കും ആവർത്തിക്കാതിരിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. ഇവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഒന്നാകെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. മഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. എത്രയും പെട്ടെന്ന് ഈ അപരാധികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഐവിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ അച്ഛനും അമ്മയും ഇപ്പോൾ നേരിടുന്നത് എന്ന് നമ്മൾ അറിയുന്നു.